അല്ല, അത് MLA-മാരുടെ നിർദ്ദേശങ്ങളും ദേവസ്വം ബോർഡ് ഇതുവരെ ചെയ്ത കാര്യങ്ങളും ഇനി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു പ്രാഥമിക യോഗമാണ്. ഇനി വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇപ്പോൾ ആമുഖമായിട്ട് പറഞ്ഞത് റോഡുകൾ റിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യം, അതുപോലെ തന്നെ കുടിവെള്ളം, പിന്നെ ക്ലീനിങ്, അപ്പോൾ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ഫോറസ്റ്റിൻ്റെ വന്യമൃഗങ്ങളുടെ ഒരു സാഹചര്യം ഉണ്ടല്ലോ, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഇപ്പോൾ MLA-മാരും MP-യും അവരുടെ നിർദ്ദേശങ്ങൾ നൽകി. അതനുസരിച്ച് അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് ഇതുവരെ ചെയ്ത കാര്യങ്ങൾ, ഇനി ചെയ്യാനിരിക്കുന്ന കാര്യങ്ങൾ, പിന്നെ ഇനി മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഒരു ഫൈനൽ യോഗം കൂടുമ്പോഴേക്കും ഇപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനങ്ങളെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യണം. റോഡുകൾ നേരത്തെ തന്നെ റോഡ് റിപ്പയർ ചെയ്യുക, അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് അപ്പം അരവണ അതിൻ്റെയൊക്കെ നേരത്തെ തന്നെ സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വിശദമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ ഇടത്താവളങ്ങൾ കുറേ കൂടെ നവീകരിക്കാൻ തീരുമാനമുണ്ടായിട്ടുണ്ട്. ക്രൗഡ് നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആദ്യത്തെ 2 ദിവസം ഉണ്ടായതുപോലെ ഭക്തജനങ്ങൾക്ക് തിരിച്ചു പോകേണ്ട അവസ്ഥ ഇത്തവണ ഉണ്ടാവരുത് എന്നും വിശദമായി തീരുമാനിച്ചിട്ടുണ്ട്. ഇല്ല, അതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ ഇപ്പോൾ ഇത്ര നേരത്തെ തന്നെ അവലോകന യോഗം വിളിച്ചത്, ഈ നേരത്തെ തന്നെ ഇതിൻ്റെ നടപടികൾ ആരംഭിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ദേവസ്വം ബോർഡും ഗവൺമെൻറ്റും ജനപ്രതിനിധികളും ഇവരുടെ ഒരു യോജിച്ചിട്ടുള്ള മുന്നേറ്റത്തോടുകൂടെ ഇത്തവണത്തെ ശബരിമല ദർശനം വളരെ ഭംഗിയാക്കണമെന്നാണ് ഗവൺമെൻറ് തീരുമാനം. ഉണ്ട്, തീർച്ചയായും അതനുസരിച്ചിട്ടുള്ള സംവിധാനങ്ങൾ ദേവസ്വം ബോർഡ് ഒരുക്കും. അതെ. അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു പ്രപ്പോസൽ തരാൻ പറഞ്ഞിട്ടുണ്ട് ദേവസ്വം ബോർഡ്. ആ പ്രോജക്റ്റ് നടപ്പാക്കാൻ റവന്യൂ ദേവസ്വം സെക്രട്ടറിയുടെ കൂടെ സാന്നിധ്യത്തിൽ ഒരു യോഗം വീണ്ടും വിളിക്കുന്നതാണ്. ഓക്കെ. അല്ല, അത് അങ്ങനെ നിയന്ത്രണം അങ്ങനെ പറഞ്ഞുകൂടാ. കാരണം എല്ലാവർക്കും ദർശനം നടത്തണം എന്നാണ് ബോർഡും ഗവൺമെൻറ്റും ആഗ്രഹിക്കുന്നത്. അതനുസരിച്ചിട്ടുള്ള നിലപാടുണ്ടാവും. അതിന് ഇനിയിപ്പോൾ മറ്റ് നടപടികൾ, അതായത് സീറ്റ് സാങ്ഷൻ ആക്കണം. അത് ഏതാണ്ട് തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. 150 കോടി രൂപയോളം കേന്ദ്രത്തിൻ്റെ സഹായം അതിന് ലഭിക്കുന്നതാണ്. അല്ല, അതിപ്പോൾ തിരുവനന്തപുരത്ത് 2ാമത്തെ മെഡിക്കൽ കോളേജാണല്ലോ. അപ്പോൾ 1, 2 എന്ന് പറയുന്നതിനേക്കാളും നല്ലതൊരു പേര് നൽകുക. അപ്പോൾ കെ കരുണാകരൻ കേരളത്തിൽ 4 തവണ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം തിരുവനന്തപുരത്ത് MP ആയിരുന്നു, ഈ ജില്ലയത്തെ MLA ആയിരുന്നു. അപ്പോൾ അതെല്ലാം കാരണം കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് നൽകുന്ന ഉചിതമായിരിക്കും എന്നൊരു നിർദ്ദേശം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുത്തത്. അല്ല, ഞാൻ പറയാം, മരുന്നുകളുടെ ക്ഷാമം ഇതുവരെയായിട്ട് എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഉള്ള സ്ഥലങ്ങളിൽ അടിയന്തരമായിട്ട് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് ചില പത്രത്തിൽ കണ്ടതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പണം കിട്ടാത്തതുകൊണ്ട് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നില്ല. അത് തികച്ചും തെറ്റാണ്. ഡോക്ടർമാരുണ്ട്, മരുന്നുമുണ്ട്. അത് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ ആരോഗ്യ പ്രവർത്തനങ്ങളെ ഇതുവരെ ബാധിച്ചിട്ടില്ല. അല്ല, റിപ്പോർട്ടുകൾ നോക്കുന്ന അനുസരിച്ച് ഞങ്ങൾ നടപടി സ്വീകരിക്കും. റിപ്പോർട്ടുകൾ അങ്ങനെ റിപ്പോർട്ടായിട്ട് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. ഇനി എന്താണ് കാര്യങ്ങൾ പരിശോധിക്കണമല്ലോ. ഞങ്ങളുടെ അറിവിൽപ്പെട്ടിടത്തോളം അങ്ങനെ ഒരു ശിശുമരണങ്ങളുടെ തോത് കേരളത്തിലില്ല. പരിശോധിക്കുക. എന്താണ് അവർ പറഞ്ഞിട്ടുള്ളത് എനിക്കറിയില്ല. ഞാനും ഈ ചില മീഡിയ റിപ്പോർട്ട് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഒഫീഷ്യലായിട്ട് കിട്ടിയില്ല.